നമ്മുടെ ബെർണൗളിസ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ടേപ്പർ പൈപ്പ് ഓഫ് ലെങ്ത് 100 mm having diameters 600 mm at the upper end and 300 mm at the lower end at the rate of 50 liters per second. The pipe has a slope of 1 in 30. Find the pressure at the lower end if the pressure at the higher level is 19.62 Newton per centimeter square. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്, ഒരു ടേപ്പർ പൈപ്പുണ്ട്. ആ ടേപ്പർ പൈപ്പിൻ്റെ ലെങ്ത് 100 mm ആണ്. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയണത് ഒരു പോയിന്റിൽ ഒരു എൻഡിൽ 600 mm അടുത്ത എൻഡിൽ 300 mm ആണ്. അപ്പോൾ അപ്പർ എൻഡ് തന്നിരിക്കുന്നത് 600 mm ലോവർ എൻഡ് തന്നിരിക്കുന്നത് എന്താണ് 300 mm. ഇതാണ് നമ്മുടെ അപ്പർ എൻഡ്, ഇതാണ് നമ്മുടെ ലോവർ എൻഡ്. അപ്പോൾ ലോവർ എൻഡിലെ ആ ഒരു ഡയമീറ്റർ 300 mm അപ്പർ എൻഡിലെ ഡയമീറ്റർ 600 mm ആണ്. ഇനി ഇതിനകത്ത് നമ്മുടെ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു പൈപ്പിൽ കൂടി പാസ് ചെയ്യുന്ന ആ ലിക്വിഡിൻ്റെ ഇല്ലെങ്കിൽ വാട്ടറിൻ്റെ റേറ്റ് ഇല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഇല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 50 liters per second എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പൈപ്പിന് സ്ലോപ്പ് തന്നിരിക്കുന്നത് 1 in 30 ആണ്. അപ്പോൾ 1 in 30 ആണ് നമ്മുടെ പൈപ്പിൻ്റെ സ്ലോപ്പ് തന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഇതേപോലെ ഇങ്ങനെ വരച്ച് വെക്കുക. അപ്പർ എൻഡ് നമ്മൾ 600 mm ഉള്ളതും ലോവർ എൻഡ് 300 mm റേഡിയസ് ഉള്ളതായിട്ട് വരച്ച് വെക്കുക. ഇനി ഒരു ഡേറ്റ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രഷർ അറ്റ് ദ ലോവർ എൻഡ് ഇഫ് ദ പ്രഷർ അറ്റ് ദ ഹയർ ലെവൽ ഈസ് 19.62 Newton per centimeter square. അപ്പോൾ ഈ അപ്പർ എൻഡിലെ പ്രഷർ P1 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 19.62 Newton per centimeter square ആണ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോവർ എൻഡിലെ പ്രഷർ കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബെർണൗളിസ് ഇക്വേഷൻ വഴിയാണ് ചെയ്യേണ്ടത്. ബെർണൗളിസ് ഇക്വേഷൻ നമുക്കറിയാം, P1 by rho g plus V1 square by 2g plus Z1 equals P2 by rho g plus V2 square by 2g plus Z2. അപ്പോൾ നമ്മളിവിടെ D1 നമുക്ക് ഗിവൺ ഡേറ്റ സാധ്യത എഴുതി വെക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആണ്, 100 മീറ്റർ ആണ് ലെങ്ത്. D1 എന്ന് പറയുന്നത് നമ്മൾ ഇത് ഒന്നാമത്തെ സെക്ഷനും ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനുമായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി അടുത്ത് D1 തന്നിരിക്കുന്നത് 600 mm ആണ്, ദാറ്റ് ഈസ് 0.6 മീറ്റർ. ഇനി അടുത്തത് അങ്ങനെ D1 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A1 എന്ന് എഴുതാം. ആ ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞാൽ π/4 D1 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. π/4 D1 സ്ക്വയർ നമ്മൾ πr സ്ക്വയറിൻ്റെ അതേ വാല്യൂ തന്നെയാണ് നമ്മൾ ഡയമീറ്ററിലേക്ക് വരുമ്പോൾ π/4 D1 സ്ക്വയർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. π/4 ഇൻറ്റു D1 എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ്, ദാറ്റ് ഈസ് π/4 ഇൻറ്റു 0.6 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.2827 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് P1 പ്രഷർ അറ്റ് അപ്പർ എൻഡ് നമുക്ക് എന്താണ് 19.62 ആണ് നമുക്ക് പ്രഷർ അറ്റ് അപ്പർ എൻഡ് തന്നിരിക്കുന്നത്. അതത്രയും ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ SI യൂണിറ്റായ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് 19.62ൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇൻറ്റു 10⁴ ചെയ്യണം. ഇൻറ്റു 10⁴ ചെയ്താലാണ് നമുക്ക് എന്തുവാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് വരിക. അപ്പോൾ നമുക്ക് സാധാരണ ഒരു സംശയം നമുക്ക് അവിടെ ഉണ്ടാകും, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻⁴ അല്ലേ വരേണ്ടത്, എന്താണ് 10⁴ ഇട്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് നോക്കുക, ഇവിടെ വന്നിരിക്കുന്നതാണ് നമുക്ക് 19.62 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ കഴിഞ്ഞ് താഴത്ത് വരുന്ന ഈ ഡിനോമിനേറ്ററിലാണ് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് ഇടുക. അങ്ങനെ 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് ഇട്ടാൽ ഈ 10⁻⁴ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് നേരെ മുകളിലേക്ക് വരുമ്പോൾ 10⁻⁴ ആവും. അങ്ങനെയാണ് നമുക്ക് ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആകുമ്പോൾ ഇൻറ്റു 10⁻⁴. അപ്പോൾ ഡിനോമിനേറ്ററിൽ വന്നപ്പോൾ അത് 10⁻⁴ ആയിരുന്നു. അത് ന്യൂമറേറ്ററിലേക്ക് വന്നപ്പോൾ 10⁻⁴, ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അത് 10⁻⁴ ആവും. അങ്ങനെയാണ് നമുക്ക് 19.62 എന്ന ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഇനി അടുത്ത ലോവർ എൻഡിലെ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത് D2 എന്ന് പറയുന്നത് നമുക്ക് 300 mm ആണ്, ദാറ്റ് ഈസ് 0.3 മീറ്റർ.
ഇനി D2 അറിയാമെങ്കിൽ നമുക്ക് ഏരിയ അറ്റ് സെക്ഷൻ 2 A2 കണ്ടുപിടിക്കാം. A2 കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്, π/4 D2 സ്ക്വയർ ആണ്. π/4 D2 സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആ D2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 0.3 കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് π/4 ഇൻറ്റു 0.3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.07068 മീറ്റർ ആണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫ്ലോ ഇല്ലെങ്കിൽ ഡിസ്ചാർജ് Q എന്നുള്ളത്. റേറ്റ് ഓഫ് ഫ്ലോ Q എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 50 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കണം നമുക്ക് SI യൂണിറ്റ് കൊണ്ടുവരണം. അപ്പോൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. നമുക്ക് തന്നിരിക്കണം 50 ലിറ്റേഴ്സ് ആണ്. 50 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 0.05 അത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ലിറ്റേഴ്സ് എത്രയാണോ വാല്യൂ തന്നിരിക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് ആ ഒരു ഡാറ്റ നമ്മുടെ ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഡാറ്റം നമ്മുടെ ഈ സെക്കൻഡ് പോയിന്റ് ഏതാണോ, നമ്മുടെ സെക്കൻഡ് പോയിന്റിൻ്റെ പൈപ്പിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മളൊരു ലൈൻ വരക്കുക. അതാണ് നമ്മുടെ ഡാറ്റം ലൈൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് Z2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി Z1 കണ്ടുപിടിക്കാനാണ് നമുക്ക് ആ ഒരു എന്ത് പറയുക, സ്ലോപ്പ് 1 in 100 എന്ന് പറഞ്ഞ് തന്നിരിക്കണം. അപ്പോൾ ഈ 1 in 30 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ 1 in 30 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ, ഒരു 30 യൂണിറ്റ് ലെങ്തിന് 1 യൂണിറ്റ് ഹൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ കുറച്ചുകൂടെ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു 30 യൂണിറ്റുള്ള ഒരു ലൈൻ വരച്ചു. അവിടെ ഞാനൊരു 1 യൂണിറ്റുള്ള ലൈൻ മുകളിലേക്ക് വരച്ചു. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈനാണ് നമുക്ക് സ്ലോപ്പ് 1 in 30 എന്ന് പറയണത്. 1 in 30 എന്ന് പറഞ്ഞ സ്ലോപ്പാണ് ഞാൻ ഇവിടെ ഇപ്പോൾ AB ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് 1 in 30 സ്ലോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു Z1 ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്, Z1 ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു 1/30 ചെയ്യുക. 100 ഇൻറ്റു 1/30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10/3 ആണ്. ആ 10/3 ആണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഡാറ്റം ലൈനിൽ നിന്നുമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഡാറ്റം ലൈനിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡിസ്ചാർജ് നമുക്കറിയാം, Q = A1V1 അല്ലെങ്കിൽ A2V2 ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഡിസ്ചാർജിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് V1ഉം V2ഉം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിങ്ങനെയാണ്, നമുക്ക് V1 നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ Q = A1V1 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതിൽ നമുക്ക് V1 കണ്ടുപിടിക്കേണ്ടത് എന്താണ്, Q / A1 ചെയ്താൽ മതി. നമുക്കിവിടെ A1 അറിയാം, Q അറിയാം. അങ്ങനെയാണെങ്കിൽ V1 = Q / A1. A1 എന്ന് പറയുമ്പോൾ നമുക്ക് 0.05 ഡിവൈഡഡ് ബൈ 0.2827 വരും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.1768 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കവിടെ 0.177 മീറ്റർ പെർ സെക്കൻഡ് നമുക്കത് V1 എന്ന് കിട്ടും. ഓക്കെ, V1 നമുക്ക് ഇത്രയും വാല്യൂ കിട്ടി. ഇനി അടുത്തത് നമുക്ക് പറയുന്നത് V2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q = A2 × V2 ആണ്. അതിൽ നിന്ന് V2 കണ്ടുപിടിക്കാനാണ് നമുക്ക് Q / A2 ചെയ്യുക. Q / A2 ആണ് നമുക്ക് എന്ത് പറയുക, V2 വരിക. അപ്പോൾ നമുക്ക് Q / A2 ചെയ്യുമ്പോൾ നമുക്ക് 0.5 ഡിവൈഡഡ് ബൈ 0.07068 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.707 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ എന്ത് വരിക, V2 വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബെർണോളിസ് ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാമായി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് P2 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ്, പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈക്വൽസ് P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2. അപ്പോൾ അതിലേക്ക് നമുക്ക് അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത അൺനോൺ ആയിട്ട് വരുന്ന ഒരൊറ്റ വാല്യൂ ആണ് നമുക്ക് എന്ത് വരുന്നത്, P2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് P2 മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 19.62 × 10⁴ ഡിവൈഡഡ് ബൈ 1000 × 9.81 ആണ് നമ്മുടെ P1/ρg വരിക.
അടുത്തത് V1² /2Gക്ക് പകരം നമുക്ക് വരുന്നത് 0.177 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. അതുപോലെ തന്നെ Z1 നമുക്കറിയാം 10/3 ആണ്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് P2/ρg നമുക്കറിയില്ല, അതേപോലെ എഴുതുക. റോയും ജിയൊക്കെ നമുക്കറിയാം, എന്നാലും P2 നമുക്കറിയാമല്ലാത്തതുകൊണ്ട് അവിടെ നമ്മളത് എഴുതി വെക്കുക. ലാസ്റ്റ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് അടുത്ത നമുക്ക് വരുന്നത് എന്താണ്, V2²/2G എന്ന് പറയുമ്പോൾ നമുക്ക് 0.707 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9.81 G 9.81 വരും, അതവിടെ കൊടുക്കുക. അടുത്ത Z2 ആണ് നമ്മുടെ ഡാറ്റം ലൈൻ, അതുകൊണ്ട് നമുക്കത് Z2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഒന്ന് കാൽക്കുലേറ്ററിൽ ആദ്യമേ ഒന്ന് എല്ലാ ഒരു പാർട്ടും ഒന്ന് ചെയ്ത് നോക്കുക, സിംപ്ലിഫൈ ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട്, ഈ പാർട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 20 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.001596 ആണ്. ഈ 10/3 എന്ന് പറയുന്നത് 3.334 ആണ്. ഓക്കെ, അതേപോലെ P2/ρg അറിയില്ല, അത് അതേപോലെ തന്നെ എടുത്ത് താഴത്തേക്ക് എഴുതുക. അടുത്ത 0.707 സ്ക്വയർ ഇൻറ്റു 2G എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 0.0254 ആണ്. ഓക്കെ, അതെല്ലാം അവിടെ എഴുതുക. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു 20 പ്ലസ് 0.001596 പ്ലസ് 3.334 എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 23.335 ആണ്. ഈ ഒരു 2.0254 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -0.0254 എന്ന് വരും. അപ്പോൾ നമ്മൾ 23.335 മൈനസ് 0.0254 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് P2/ρg ആണ്. ഇനി നമ്മൾ ആ റോയുടെ സ്ഥാനത്ത് 1000 കൊടുക്കുക, ജിയുടെ സ്ഥാനത്ത് 9.81 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഇത്രയും വാല്യൂ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 23.3 വരും. ആ 23.3 ഇൻറ്റു എന്താണ് 1000 ഇൻറ്റു 9.81 എന്ന് പറഞ്ഞാൽ 9810 ആണ്. അപ്പോൾ 23.3 ഇൻറ്റു 9810 ചെയ്യുമ്പോൾ നമുക്ക് 22.8573 അത്രയും Nm/m² നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എഗെയിൻ നമുക്ക് Nm/cm² ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Nm/cm²നെ Nm/m² ആക്കാൻ നമ്മൾ ഇൻറ്റു 10⁴ ആണ് ചെയ്തതെങ്കിൽ Nm/m²നെ നമ്മൾ Nm/cm² ആക്കാനായിട്ട് ഇൻറ്റു 10⁻⁻⁴ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ 228573 അത്രയും വാല്യൂവിനെ ഇൻറ്റു 10⁴, അതായത് ഡിവൈഡർ ബൈ 10,000 ചെയ്യുമ്പോൾ നമുക്ക് 22.857 Nm/cm² എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതേപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ്, അപ്പോൾ ബെർണോൾസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ബെർണോൾസ് ഇക്വേഷനകത്ത് അറിഞ്ഞിരിക്കണം P1/ρg പ്ലസ് V1²/2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2G പ്ലസ് Z2. ഓക്കെ, എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു ടോപ്പിക്കാണ്. ബെർണോൾസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ആ ഡെറിവേഷനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലമോ നമുക്ക് എങ്ങനെയായാലും ഉറപ്പിക്കാവുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെർണോൾസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഓരോ യൂണിറ്റിനെയും SI യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്.